ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. എന്നാലേ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നലെ കുട്ടികൾക്കുള്ള പൂജയും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലും മുളപ്പാരി എന്തിനാണ് ചെയ്യുന്നതും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദേവിയെക്കുറിച്ചാണ്. അതായത് ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ദേവി ഊര് മക്കളെ കാണാൻ വേണ്ടി ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വരും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ കഷ്ടപ്പാട്. മക്കൾ എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് ദേവിയുടെ മക്കൾ. അപ്പോൾ മക്കളെ കഷ്ടപ്പാടുകൾ തീർക്കാൻ വേണ്ടിയാണെന്നാണ് പറയപ്പെടുന്നത് ദേവി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പണ്ട് മുതൽ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഭഗവാനെ തൊഴുതിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതുപോലെ തന്നെയാണ് ഇവിടെയും ആരതിയൊക്കെ എടുത്ത് ഒഴിഞ്ഞിട്ടാണ് ദേവിയെ പുറത്തിറക്കുന്നത്. അതേപോലെ നേരത്തെ നമ്മൾ ദേവിക്ക് വേണ്ടി ശ്രീകോവിലിൽ വെച്ച മുളപ്പാരുണ്ടല്ലോ, 12 മുളപ്പാര്, അതും എടുത്തുകൊണ്ട് വേണം നമ്മൾ പുറത്തിറങ്ങാനായിട്ട്. എന്തായാലും നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ നവരാത്രി ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് തന്നെ. അപ്പോൾ ദേവി ആദ്യം തന്നെ ഇറങ്ങിയത് റോട്ടിലോട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ റോട്ടിൽ പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ആചാരത്തിനനുസരിച്ചിട്ടേ ദേവി നീങ്ങത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പടക്കം കത്തിക്കണം അല്ലെങ്കിൽ പട്ടാസ് നമ്മൾ പൊട്ടിച്ചിട്ടൊക്കെ ദേവി നീങ്ങത്തുള്ളൂ. അതുവരെ ദേവി അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുള്ള് നടു റോട്ടിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ആടുമ്പോൾ ഫുള്ള് ബ്ലോക്കായിരുന്നു. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് കാണും, ഇത് ദേവിയാണോ ആടുന്നത് അതോ ദേവീനെ ഇവർ ആട്ടുന്നതാണോ എന്നൊരു ഡൗട്ട് കാണും ഇല്ലേ? എന്നാൽ എനിക്കുണ്ടായിരുന്ന ഡൗട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന അവസരം ഇതേപോലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ ദേവി വരും. അപ്പോൾ അവിടെ അപ്പുറത്തുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് റോഡിൽ വെള്ളം, റോഡ് നനയ്ക്കുക, അതേമാതിരി മഞ്ഞൾ വെള്ളം എടുത്ത് വയ്ക്കുക. ദേവി വരുമ്പോൾ അവർക്ക് കാലിൽ ഒഴിച്ചു കൊടുക്കാൻ മഞ്ഞൾ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതേമാതിരി ആരതി തട്ടല്ല അവരെടുത്ത് വെക്കും. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തുണ്ടായില്ല, നമ്മളിതൊന്നും അവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോളൊന്ന് കൈക്കുഞ്ഞാം. ആ സമയത്ത് ദേവി വരുമ്പോൾ ഞാൻ അപ്പുറത്തുള്ള ചേച്ചിയോട് ചോദിക്കുക ചെയ്തത്, ഇത് ദേവി ആട്ടുന്നതാണോ, അതെന്തിനാ അവരിങ്ങനെ ആട്ടുന്നത് ദേവീനെ ഇങ്ങനെ, അത് നല്ല സ്പീഡിൽ ആടുന്നുണ്ട്, അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ആടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ദേവി ആട്ടുന്നതാണ്, അല്ലാണ്ട് അവരാടുന്നതല്ല, ദേവി ആട്ടുന്നതാണെന്നാണ് എന്നോട് ആ ചേച്ചി പറഞ്ഞത്. അത് നമ്മളവിടെ അത് ദേവീനെ മുളയിൽ പിടിച്ച് നിൽക്കുമ്പോഴേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ ആടുന്നതാണോ ആട്ടുന്നതാണോ എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതേമാതിരി വരുന്ന സമയത്ത് ദേവി എല്ലാ വീട്ടിലേക്കും വരും കേട്ടോ. എല്ലാ വീട്ടിലും വന്ന് ആരതി തട്ടൊക്കെ എടുത്ത് അത് ഓരോ വീട് കാണുമ്പോൾ, ആളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് നേരെ ദേവിയായിട്ട് നടത്തിക്കുക അവരെ. ഇപ്പോൾ മുള പിടിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അത് ദേവിയായിട്ട് നടത്തിക്കുന്നത്, അല്ലാണ്ട് അവർ പിടിച്ച് വലിച്ച് അങ്ങനെ വീടിൻ്റെ മുമ്പിലോട്ട് പോകുന്നതല്ല. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേവി ഓടി വരും. ഓടി വന്ന് ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ഇല്ല, എൻ്റെ മോളെ ഇതേമാതിരി ഞാൻ പറഞ്ഞില്ലേ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ദേവി ഓടി വരിക ചെയ്തു. ഒരറ്റത്തു നിന്ന് ഓടി വന്ന് എൻ്റെ മോളുടെ അടുത്ത് വന്നിട്ട് നല്ല നമ്മളുടെ ഫ്രണ്ടിലങ്ങ് വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നൊരു എനർജി ഉണ്ട്, നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കോരി തെറിച്ച് എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന്. കണ്ണെന്നൊക്കെ നല്ല വെള്ളം വന്നിട്ട് അത് കുട്ടികളെ അപ്പോഴും അവർ പറഞ്ഞു കുട്ടികളെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ദേവി പെട്ടെന്ന് അവരുടെ അടുത്തേക്കാണ് ആദ്യം ഓടി, എന്നിട്ടേ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകത്തുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇത് ദേവീനെ അവരാട്ടുന്നതല്ല, ദേവിയാണ് ആട്ടുന്നതെന്ന്. അപ്പോൾ ദേവി പുറത്തിറങ്ങുമ്പോൾ ദേവിക്ക് സന്തോഷം. അപ്പോൾ നമ്മളായാലും വീട് വിട്ട് പുറത്തിറങ്ങും, നമുക്കതൊരു സന്തോഷം. കുഞ്ഞു കുട്ടികളായാലും അവർക്ക് സന്തോഷമല്ലേ വീട് വിട്ടൊന്ന് പുറത്തൊന്ന് എൻജോയ്മെൻറ്റിന് പോകാമെന്ന് പറഞ്ഞാൽ. അതേമാതിരി തന്നെയാണ് ദേവിയും പുറത്തിറങ്ങി കഴിഞ്ഞ് കുഞ്ഞു കുട്ടികളെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ നടക്കും. അത് ഇവരെ കൊണ്ട് ഓടിക്കുന്നത് എന്താ പറയുക, ഓടിപ്പിക്കുക എന്ന് പറയുന്നിട്ടില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക വെള്ളമൊക്കെ എടുത്ത്, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ കുടത്തിലൊക്കെ വെള്ളം എടുത്തിട്ട് കാലിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്.
എനിക്കറിയാവുന്നത് നമ്മൾ ആരതി തട്ട് എടുത്തില്ല, ഇത്രയും നേരം അമ്പലത്തിലായതുകൊണ്ട് ഞാൻ ആരതി തട്ടൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ വീട്ടിലേക്കും പോകണ്ട. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും, 1 മണിക്കൂറോളം നമ്മൾ ഈ തെരുവിലിങ്ങനെ ചുറ്റുകയാണ്. അങ്ങനെ നമുക്ക് തൈ മുളപ്പാരി നമുക്ക് എന്താ പറയുക കൈ കടയും, നമ്മളിങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് കൈ കടയുമ്പോൾ നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കണോണ്ടും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവർ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരും അങ്ങനെ കളിക്കാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവർ പറഞ്ഞത് കൊണ്ട് കളിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് കളിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരാൾ കളിക്കണോണ്ട് പിന്നെയും ബാക്കിന്ന് ഒരാൾ കളിച്ചാൽ മതിയല്ലോ, ബാക്കിൽ നിന്ന് ആൾക്കാർ വന്ന് കളിക്കാൻ പിന്നെ ഓട്ടോമാറ്റിക്കലി കൂടുമല്ലോ. അങ്ങനെ പിള്ളേരും വെച്ച് ഭയങ്കര ഒരു ആട്ടമായിരുന്നു. ഭയങ്കരമല്ല, നമുക്കറിയാവുന്ന പോലെ ആടി, അത്രയേ ഉള്ളൂ. ஒவ்வொரு முளைப்பாரி ஒவ்வொரு திசையில தான் நிக்குது, எங்க ஒண்ணு சேர்ந்து நிக்குது. பெத்தா சேர்ந்த மாதிரி நில்லு பெத்தா. ഓക്കെ, ദെൻ ഇതേപോലെ ദേവി കുറേ നേരം, പിന്നെ ഇനി നമുക്ക് അമ്പലത്തിലോട്ട് കയറാനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവി കുറേ നേരം അവിടെ ഡാൻസ് ആടലായിരുന്നു. അയ്യോ, ശരിക്കും പറഞ്ഞാൽ പിടിച്ച് നിൽക്കുന്നവരെ കാണുമ്പോൾ പാവം തോന്നും. അത്രയും വെയിറ്റ് ഉണ്ടല്ലോ, നരസിംഹമൊക്കെ ഇരിക്കണ കാരണം വെയിറ്റ് ഉണ്ടല്ലോ. ഈ നടത്താൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഡാൻസ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ പ്രാവശ്യം ഓടിച്ചു. അപ്പോൾ അവരെന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ദേവിക്ക് ഇന്ന്, അതായത് എന്നില്ലാത്തൊരു സന്തോഷം ഇന്ന്. കുറേ നേരം ഇവർ അങ്ങോട്ട് ഓടിക്കണോ ഇങ്ങോട്ട് ഓടിക്കണോ.
അമ്പലത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ് ദേവീനെ പൂജിച്ച് ആരതൊക്കെ എടുത്ത് പൂജിച്ചിട്ടാണ് നമ്മൾ ദേവീനെ അകത്തോട്ട് കയറ്റുന്നത്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും പൂജ ഉള്ളത്. അപ്പോൾ ആ ലാസ്റ്റ് ദിവസമാണ് ദേവി ഇങ്ങനെ പുറത്തിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളെ സ്ഥിരം ഞാൻ കാണിക്കുന്ന ആ പൂജ ഉണ്ടല്ലോ, ആ പൂജയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഞങ്ങളുടെ ഒരു കുമ്മിയല്ല ഡാൻസാണുള്ളത്. അപ്പോൾ ആ ഒരു ഡാൻസോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ നവരാത്രി ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇപ്പം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, കുത്ത് ഡാൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, സംഭവം അത്ര.
ഒരു ഡാൻസും കണ്ടിട്ട് നമുക്ക് അമ്പലമാണെന്നുള്ളതൊക്കെ ലാസ്റ്റ് മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.